ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ. ഏത്തക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഏത്തക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, നമുക്കിത് നീളമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ കറ പോകാനായിട്ട് ഒന്നുകിൽ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ നമുക്ക് കഞ്ഞി വെള്ളത്തിലോ ഇട്ട് വെക്കാം. ഞാനിവിടെ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. ഇതിൻ്റെ കറയൊക്കെ പോയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയാണിത്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ഇരുമ്പ് ചെടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറുള്ളി ചതച്ചതും അതിന് കൂടെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ചില്ലി ഫ്ലേക്സ്, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. റോ ടേസ്റ്റ് മാറി വരുമ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്ക ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് പഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഏത്തക്കയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഏത്തക്ക പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതുപോലെ നമുക്ക് തട്ടി പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഇത് പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളമാണ് എനിക്കിപ്പോൾ ഇത് കുക്കായി കിട്ടാൻ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ ഈ ഏത്തക്കൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത്തക്ക എല്ലാം മുറിഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത്തക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ചിൻചട്ടിയിൽ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത്തക്ക എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത്തക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഏത്തക്ക മെഴുക്ക് പുരട്ടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.